ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഡൗട്ട്സ് ഒക്കെ ഫാക്കൽറ്റീസ് പക്കയായിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് എക്സാം പ്രിപ്പറേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇത് കിട്ടുന്നതിൽ കോൺഫിഡൻസ് ആണ്, 100% കോൺഫിഡൻസ് ഉണ്ട്. Hallo, bitte stellen Sie sich vor. Ich heiße Shafika Nesrin. Ich bin 19 Jahre alt. Ich komme aus Malappuram. Ich wohne in Calicut. Ich habe meine Bachelor im Lanstitut gemacht. ഓക്കെ, അപ്പം ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എന്തായിരുന്നു ഇതിൻ്റെ ബേസിക് നോളജ് എന്തായിരുന്നു? +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ജർമ്മൻ എടുത്തത്. ഓക്കെ, നഴ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആണല്ലേ. അപ്പം A1, A2, B1, B2 ഈ 4 ലെവൽസും കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരുന്നു? നമുക്ക് A1 A2 ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് കുറച്ചൊന്ന് നോക്കിയാൽ പറ്റുമായിരുന്നു. പക്ഷേ B1 ഒക്കെ എത്തിയപ്പോൾ ഗ്രാമർ കൂടുതലായിട്ട് വന്നു. അങ്ങനെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് B2 ലെവലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ലാൻസിറ്റ്യൂട്ടിലൊരു എക്സ്പീരിയൻസ്? ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു? നല്ല ക്ലാസ് ആയിരുന്നു. ലാൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റീസ് ഒക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. നമ്മുടെ ക്ലാസ് ടൈമിലാണെങ്കിലും പിന്നെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഒരു മന്ത് നമുക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ് ആയിരുന്നു. ഫുൾ എക്സാം ബേസ്ഡ് ആയിട്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓരോ എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് അങ്ങനെയായിരുന്നു നമ്മൾ പഠിപ്പിച്ചിരുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിരുന്നു കറക്റ്റായിട്ട്. നമ്മൾ പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ പോയിട്ടാണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു തരും. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം ഏകദേശം B2 ക്ലാസ് ഒക്കെ കംപ്ലീറ്റ് ആവാനായല്ലോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയത്. വന്ന മുതൽ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം B1 ബേസിക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ B2 സ്ട്രക്ചർ ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് എക്സാം പ്രിപ്പറേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എക്സാം പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം എനിക്ക് തോന്നിയത് വെച്ചാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഓലായിട്ട് ഡിസ്കസ് ചെയ്യാം. എപ്പോൾ വിളിച്ചാലും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പം B2 ഏകദേശം കംപ്ലീറ്റ് ആവാനായല്ലോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? എന്താ അവിടെ B2 തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മന്ത്സായി. നമുക്ക് എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടും കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സ്റ്റാഫുകളുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും പ്ലസ് പോയിൻ്റാണ് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൂ. നല്ല ഫാക്കൽറ്റിയാണ്. ക്ലാസ്സൊക്കെ പക്ക നീറ്റായിട്ട് കിട്ടുന്നത് നമുക്ക്. എക്സാം പ്രിപ്പറേഷൻ ഇതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ട് എക്സാം പ്രിപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എക്സാമിന് വേണ്ടി ടോപ്പിക്സ് മെയിനായിട്ട് സാറ് നോക്കി തരുന്നുണ്ട്. അത് നമുക്ക് ചെയ്താണ്. ലേസനായാലും ഹ്യൂറിനായാലും നമുക്ക് പക്ക നല്ല വൃത്തിയിൽ നമ്മൾ ഇത് കിട്ടുന്നതിൽ കോൺഫിഡൻസ് ആണ്, കുഴപ്പമൊന്നുമില്ല. ലാംഗ്വേജ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ B2 ലെവലിൽ കഴിയാനായില്ലേ? അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കുഴപ്പമില്ല. ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫാക്കൽറ്റീസും കുഴപ്പമില്ലായിരുന്നു. എല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, അപ്പം ക്ലാസ്സിൽ എങ്ങനെയാ വർക്ക്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡെയിലി വർക്ക്സ് തരും, ഹോംവർക്ക് വേറെ തരും, എല്ലാം പക്കയായിരുന്നു. എക്സാം പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? എക്സാം പ്രിപ്പറേഷൻ ഉണ്ട്. എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ഫാക്കൽറ്റീസ് പക്കയായിട്ട് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ കപ്പിളെ എല്ലാം ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. നമുക്ക് അത്യാവശ്യമാണെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അതും ഒരു ക്ലിയർ ചെയ്ത് തരും. അപ്പം ഇനി ആരെങ്കിലും ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻസിറ്റ്യൂട്ട് റെഫർ ചെയ്യുമോ? റെഫർ ചെയ്യും. ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ? B2 ലെവൽ കംപ്ലീറ്റ് ആവാനായി. അപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളിയായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും ക്ലിയർ ചെയ്ത് തരും. ഇതുവരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ എക്സാം പ്രിപ്പറേഷൻ ആണെങ്കിലും എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ പ്രാക്ടീസ് ചെയ്യും? കുറേ ഓൾമോസ്റ്റ് എല്ലാ മോഡ്യൂളും ഒരു ദിവസം തന്നെ. അപ്പം ഇനിയിപ്പോൾ എക്സാം വരുന്ന സമയത്ത് എക്സാം എഴുതാൻ കോൺഫിഡൻ്റ് ആയിരിക്കും? 100% കോൺഫിഡൻ്റ്. ഇനി ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ലാൻസിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ റെഫർ ചെയ്യുമോ ലാൻസിറ്റ്യൂട്ടിൽ? ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ? B2 കഴിയാനായി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളിയാണ്. പ്രത്യേകിച്ച് ട്യൂട്ടേഴ്സ് അൽസം സാറ് വളരെ ഹെൽപ്ഫുള്ളാണ്. പഠിപ്പിക്കണമൊക്കെ നല്ല രീതിയിലാണ്. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ്. എക്സാം പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം പ്രിപ്പറേഷനൊക്കെ ഇവിടുത്തെ ട്യൂട്ടേഴ്സൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. കോൺഫിഡൻസ് ഉണ്ട്. ഇനി ഡേറ്റ് എടുത്ത് എക്സാം എഴുതാം. ഓക്കെ, എക്സാം എഴുതാൻ കോൺഫിഡൻ്റ് അല്ലേ? അതെ, തീർച്ചയായും. ഇപ്പോൾ B2 ലെവൽ എത്തിയില്ല. അപ്പം B2 ലെവൽ വരെ പഠിച്ചപ്പോഴത്തേക്കും ജർമ്മൻ ലാംഗ്വേജ് നല്ലപോലെ ഇമ്പ്രൂവ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. നല്ലപോലെ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്പീക്കിംഗ് ആണെങ്കിലും നല്ലപോലെ കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്.